സർക്കുലർ വിവാദങ്ങൾക്കിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എറണാകുളം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ശ്രീശങ്കര ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. പരിപാടിക്കിടെ ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം. പറഞ്ഞ മാന്യമായ രീതിയിലായിരിക്കണം ഇതിനകത്തോട് കടന്നു വരേണ്ടത്. അതല്ലാത്ത രീതിയിലാവുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം SFI ഇവിടെ കൂട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇത്ര നേരത്തെ പറയാനുള്ളൂ. ഈ സർവകലാശാലക്ക് ഈ പ്രതിഷേധത്തിന് എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളും പറഞ്ഞ ഗവർണർക്ക് ഈ പറഞ്ഞ നമ്മുടെ ബാനറിനെ നിങ്ങൾക്ക് ഈ സർവകലാശാലക്ക് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്കിടെ വലിയ പ്രതിഷേധത്തിനാണ് SFI ഒരുങ്ങുന്നത്. പ്ലക്കാർഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ പ്രതിഷേധമുണ്ടാകുമോ? എത്രത്തോളം വിദ്യാർത്ഥികളുണ്ട്? പോലീസ് വിന്യാസമുണ്ടോ? മാധു, വലിയ പോലീസ് സന്നാഹമാണ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഇപ്പോഴുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെയാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി. ശ്രീശങ്കര ജയന്തി സമ്മേളനമാണ് അല്പസമയത്തിനകം ഗവർണർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ SFIയുടെ ഒരു പ്രതിഷേധ പരിപാടിയും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിൽ നേരത്തെ സർവകലാശാല ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അത്തരത്തിൽ അസാധാരണമായ ഒരു സർക്കുലർ എന്ന് തന്നെ പറയാം. അത് പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷവും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നടപടികൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതായത് സംസ്കൃത വ്യാകരണ വിഭാഗം മേധാവിയുടെ ഒരു ശബ്ദരേഖ നമ്മൾ തന്നെ ഇന്ന് പുറത്തുവിട്ടിരുന്നു. അത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നതാണ് ആ ശബ്ദരേഖയിൽ പറയുന്നത്. അവരുടെ ഓപ്പൺ ഡിഫൻസ്, അതോടൊപ്പം തന്നെ RIC അടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ കൃത്യമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പേടി, ബാനറിനെ പേടി എന്ന് എഴുതിയ ഒരു വലിയ ബാനർ കൂടി അവിടെ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണോ അർജുൻ? തീർച്ചയായും മാധവ്, ഇപ്പോൾ പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെയാണ് ഇപ്പോൾ SFIയുടെ ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഗവർണർ തടയുകയോ പരിപാടിയിലേക്ക് ഇരച്ചു കയറുകയോ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് SFI നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ പ്രതിഷേധ പരിപാടി തുടരുമെന്നും SFI പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സർവകലാശാലയുടെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം. പ്രത്യേകിച്ച് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ബാനറുകൾ അടക്കം ക്യാമ്പസിന് മുന്നിൽ SFI ഉയർത്തിയിരുന്നു. പക്ഷേ അത് സർവകലാശാല പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ആ ബാനറുകളടക്കം മാറ്റി. അതും കൂടുതൽ പ്രതിഷേധത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഗവർണർ രാജാവല്ല, സർവകലാശാല രാജകൊട്ടാരവുമല്ല എന്നാണ് പ്രധാനപ്പെട്ട SFIയുടെ മുദ്രാവാക്യം. ഇത്തരത്തിൽ ഈ ഒരു സാധാരണ ഗവർണർ സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സാധാരണമാണ്. പക്ഷേ അത്തരം പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില സർക്കുലർ ഈ സർവകലാശാല പുറത്തിറക്കിയതാണ് ഈ പ്രതിഷേധത്തിന് ആധാരം. അതായത് ഗവർണർ സംസാരിക്കുമ്പോൾ അവിടെ ആരും അനങ്ങാൻ പാടില്ല, ആംഗ്യങ്ങൾ കാണിക്കാൻ പാടില്ല, എഴുന്നേൽക്കാൻ പാടില്ല, പരിപാടി കഴിഞ്ഞാൽ കൈയടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു സർക്കുലറാണ് സർവകലാശാല പുറത്തിറക്കിയത്. പിന്നീട് വിവാദങ്ങളെ തുടർന്ന് ഈ സർക്കുലർ അവർ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട SFIയുടെ പ്രതിഷേധ പരിപാടികളെ അടക്കം സർവകലാശാല നേരിട്ടതാണ് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ബാനറുകളടക്കം സർവകലാശാല അവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, പ്രതിഷേധ പരിപാടി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ കനത്ത പോലീസ് വിന്യാസമുണ്ട്. പ്രത്യേകിച്ച് ഗവർണറുടെ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് പ്രതിഷേധക്കാർ കയറാതിരിക്കാൻ വേണ്ടി കൂടുതൽ പോലീസിനെ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും പരിപാടി ഇപ്പോൾ നടക്കുകയാണ്. ശ്രീശങ്കര ജയന്തി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തിയത്. കൂടുതൽ ബാനറുകൾ ഉയർത്തുമെന്നും SFI പറയുന്നുണ്ട്. അതേസമയം ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന ഹാളും അദ്ദേഹം മടങ്ങുന്ന വഴിയും ഒക്കെ പോലീസ് വിദ്യാർത്ഥികൾ എത്താത്ത തരത്തിൽ തന്നെ വേർതിരിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? പ്രവർത്തകർ നീങ്ങുകയാണ്. അവിടെ പോലീസുണ്ട്. കനത്ത പോലീസ് സുരക്ഷ അവിടെയുണ്ട്. ഒരു പക്ഷേ ആ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് SFI വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ പോകാതിരിക്കാൻ വേണ്ടി പോലീസ് തടയാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പരിപാടി നടക്കുന്ന ഭാഗത്തേക്കുള്ള ഗേറ്റ് പോലീസ് അടക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ SFI കടക്കുന്നത്. ആ ഭാഗത്തേക്ക് പ്രവർത്തകർ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ പോലീസ് അടച്ചിരിക്കുന്നു. അതിനു മുന്നിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥികൾ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ആ മുൻകരുതൽ നടപടികൾ എടുക്കുന്നത്. ബാനറുമായി വിദ്യാർത്ഥികൾ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.